ഒരു കോൺഗ്രസുകാരനായി ഇരുന്നുകൊണ്ട് നിയമസഭ സാമാജികനായി എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി പാർട്ടിയുടെ യാതൊരു വിധമായിട്ടുള്ള പ്രിവിലേജുകളും കിട്ടരുത് എന്ന പരിപൂർണമായിട്ടുള്ള ഉറപ്പോടുകൂടി ആ സ്റ്റേറ്റ്മെന്റിൽ വൗച്ച് ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പാർലമെന്ററി പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത്? ഇനി നിങ്ങളുടെ പാർട്ടിയുടെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. അന്വേഷണം ഈ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് നിങ്ങൾ ഒരു യുവജന പ്രതിനിധിയായിരുന്നു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാർക്കെതിരെ, പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ ഈ പറയുന്ന പോലെ പൊതുപ്രവർത്തനത്തിന്റെയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിന്റെയും ഒന്നും പുതുമോടികളോ അല്ലെങ്കിൽ മേളകളൊന്നും ഇല്ലാത്ത ഈ ചെറുപ്പക്കാർക്കെതിരെ ഈ പോലീസ് കാണിക്കുന്ന ഈ തെമ്മാടിത്തരമുണ്ടല്ലോ, അതിനെതിരെ ശബ്ദം ഉയർത്തുവാൻ വേണ്ടിയായിരിക്കണം അരുൺകുമാർ ഇനി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, എത്രയോ ആരോപണ വിധേയരായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം കഴമ്പുള്ളതാണെന്നും അതിലൊക്കെ അന്വേഷണം വന്ന് അത് തെളിഞ്ഞിട്ടുള്ള നിയമസഭാ സാമാജികരും മന്ത്രിമാരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അവർക്കെതിരെ എന്ത് നിലപാടും എന്ത് നടപടികളുമാണ് ഈ പറയുന്ന CPIM എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്?